ജാഫറേ, എന്നാ പരിപാടിയാണ്. നമ്മളിപ്പോ കുറെ ബ്ലോക്കുകളൊക്കെ കണ്ടു. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിലും വളരെ മനോഹരമായി ഗംഭീരമായി കൊണ്ടിരിക്കുകയാണ് പൂക്കള മത്സരം. എനിക്ക് തോന്നുന്നു നമ്മുടെ പുറത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? സത്യല്ലേ? ഇതില് ഗ്രൂപ്പ് എത്ര പേരുണ്ട്? 4 പേര് കൂടി ഇട്ടത് ബ്ലോക്കിലല്ലേ? എല്ലാരും സഹായിച്ചല്ലേ? 4 പേര് ചാച്ചപ്പന്മാര്. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് കിടക്കുന്ന നല്ല ആരോഗ്യവന്മാരാ, അല്ലേ? ആ ആരോഗ്യം ഇതിൽ കാണാനും അല്ല, നല്ല എന്താ പറയാ, ഉശിരന്മാരായിട്ട് തന്നെയാണ് ഈ പൂക്കളിട്ടിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഒരു എന്താ പറയാ ഓണാശംസകൾ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും, പിന്നെ അതുകൂടാതെ കൊണ്ട് നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്തതായാലും ചെയ്തിട്ടില്ലാത്തായാലും എല്ലാ കുറ്റങ്ങളിൽ നിന്നും എന്താ പറയാ ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും വെളിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ആരവിടെ കട്ടപ്പനയിൽ നിന്ന് കുട്ടപ്പന എവിടെ? ഈ കുട്ടപ്പന വട്ടപ്പാറയിൽ നിന്ന് കുട്ടപ്പൻ ചേട്ടാ. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ. ഒരിക്കൽ തട്ടാ കുട്ടപ്പനെയും കൂട്ടി കോട്ടപ്പടിക്ക് വന്നപ്പോ തട്ടാൻ കുട്ടപ്പനെ വട്ടത്തിലിട്ട് തട്ടിയ സംഭവം നാട്ടിൽ പാട്ടാല ചട്ടാ പൊട്ട പൊട്ട. ഏത് പാട്ടെന്റെ അറിയാ? എല്ലാ പാട്ടും കേട്ടിട്ടുണ്ട്. ചാലക്കുടി ചന്തയൊക്കെ അടിച്ചു വിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു പാട്ടാണ് പാടാം. ആയിക്കോട്ടെ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൂടലി നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിഞ്ഞാൽ, മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിഞ്ഞാൽ, നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അപ്പൊ ഇനി വരുമ്പോ നല്ല മീനൊക്കെ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അടിപൊളി. താങ്ക് യു. നന്ദി, വളരെ നന്ദി. നമസ്കാരം എല്ലാവർക്കും. ചക്കര ഉമ്മ. ഓക്കെ. അടുത്തതായി നമ്മൾ ബ്ലോക്ക് ഇയിലേക്കാണ് മണിച്ചേട്ടാ പോകുന്നത്. 2 E1 E2 രണ്ടും കൂടെ ഒന്നിച്ചാണ്. ഓക്കെ, ഒന്നിച്ചാണ്. അപ്പം ഈ ബ്ലോക്കിലേക്ക് നമുക്ക് പോവാം. E1 E2 മരമട്ടി. അപ്പൊ നമ്മള് ഏത് ബ്ലോക്കാണ്? ഈ ബ്ലോക്ക്. 2 ബ്ലോക്കാണ്. അതിന്റെ മുകളിൽ E2. അപ്പൊ രണ്ട് ഗ്രൂപ്പും കൂടി 2 സഹോദരന്മാര്, നമ്മുടെ സഹോദരന്മാര് തമ്മിൽ ചേർന്ന് ഒരുക്കിയ ഒരു സംഭവമാണ് ഈ പൂക്കള മത്സരം. ഇതും ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതും എന്താ പറയാ, ഞാൻ ഇതിനൊന്നിനും ആളല്ല. കാരണം ഇതിൽ ആർക്കാ ഫസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. നിങ്ങൾ എത്ര പേര് കൂടിയിട്ടാ ഇത് ചെയ്തെന്ന് പറഞ്ഞ 8 പറഞ്ഞ? എല്ലാ കൂട്ടുകാരന്മാരും കൂടിയിട്ടല്ലേ? എന്തായാലും വളരെ നന്നായിട്ട് കേട്ടോ നിങ്ങളുടെ ഒരു അധ്വാനം. കാരണം നിങ്ങളുടെ മനസ്സ്, ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ പല വിഷമങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും ഒരു വിഷമേ അല്ല എന്ന് തെളിയിച്ച ഒരു പൂക്കളം തന്നെയാണിത്. അതിനുള്ള എല്ലാവിധ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളുടെ ഗ്രൂപ്പും കൈരളി ചാനലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിങ്ങൾക്ക് ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നമ്മൾ വരുമ്പോൾ ഒരു സന്തോഷം, എന്താ പറയാ, ഒരുമായൊരു കാര്യമുണ്ട്. നമ്മുടെ മാവേലി അല്ലേ? മാവേലി ഇവിടെയാണ്, ഈ ബ്ലോക്കിലാണ് മാവേലി. എന്തായാലും മറ്റുള്ള എല്ലാ സ്ഥലത്തേക്കാൾ കൂടി അരിങ്ങൊക്കെ ഇട്ട് വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട് അല്ലേ? അതെ പറയാം. ഓണത്തിന്റെ തനിമ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ചാണം ഇട്ട് മെഴുകിയ മുറ്റമാണ്. ഐശ്വര്യമായിരുന്നു. സന്തോഷം തോന്നുന്നു. നിങ്ങൾക്ക്
പെട്ടെന്ന് തന്നെ എല്ലാവരും വെളിയിലേക്കൊക്കെ വന്ന് നല്ല രീതിയിൽ നല്ല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് നല്ല രീതിയിൽ കഴിയാനായിട്ട് സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ട, ഇതാണ് നാടൻ പാട്ടിൻ്റെ ഒരു ഗുണം അല്ലേ? അപ്പൊ അഭിനയിച്ചിട്ടുണ്ടായില്ലേ? ആ പടമാണ് ഈ ഓഡിയോ അതുകൊണ്ടല്ല, ആ പടത്തിന് അന്ന് റിലീസ് ചെയ്ത സമയം വളരെ മോശമായിരുന്നു, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതിലും ഞാൻ കുറെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ? ഏത് പാട്ടാ അറിയാം? ഒരു പാട്ട് ഞങ്ങൾക്ക് കൊണ്ട് പാടാം. ഉമ്പായിക്കു ചാണ്ടും പാണം കത്തണമ്മാ, വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മാ, വയറ് കത്തിയാലോ കൊടല് കത്തണമ്മാ, പ്രാണം പെടഞ്ഞിട്ടോ ദൈവേ ഓണം വണക്കണമെന്ന്, അത്തം കഴിഞ്ഞാലോ ഓണം വരുമെന്ന് ഇമ്മണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. ഞാനൊരു പൂക്കളട്ടോ കലത്തമ്പേ പൂക്കളട്ടെ, അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വളണ്ടും പൂക്കളട്ടെ, അച്ഛൻ വന്നില്ലേ അമ്മേ അത്തായം വന്നില്ലേ, അത്തായം കുച്ചാണ്ടും പണം കത്തണമ്മ, എഴുതിയിട്ട് പൊട്ടു കുത്തിയിട്ട് പുള്ളിയിട്ട് പോ ദൈവേ കണ്ണാടി എന്തായാലും ഞാൻ പാടുന്നതിനേക്കാൾ വളരെ ഫീൽ ചെയ്ത് പാടി അല്ലേ പക്ഷേ അല്ലേ? വളരെ എന്താ പറയുക, ആ ഫീലിങ്സ് ഒക്കെ ദുഃഖമൊക്കെ മുഖത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സത്യല്ലേ സംഭവം? കള്ളനെ നമ്പിയാലും തങ്കമ്മേ കുള്ളനെ നമ്പല്ലടി, തങ്കമ്മേ കുള്ളനെ നമ്പല്ലടി. പൊക്കമില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പൊക്കം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഈ ബ്ലോക്കിൽ വന്നപ്പോ ഞങ്ങൾക്കും ഒരു സദ്യ നിങ്ങൾ ഒരുക്കി തന്നുള്ള, അതുകൊണ്ട് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം പാട്ടുപാടി ഞങ്ങളെ സന്തോഷിപ്പിച്ചു. ഇതിലെല്ലാവർക്കും, പ്രത്യേകിച്ച് മാവേലിക്കും ഇതിലെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അടിപൊളി ഓണാശംസകൾ. സന്തോഷം, നന്ദി, നമസ്കാരം. ഇനി അടുത്ത വർഷവും ഓണം നമുക്ക് ഇതിലും ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഇങ്ങനൊരു ഓണം ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളെപ്പോലുള്ള ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ അമ്മമാരൊക്കെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും, നിങ്ങളൊരു നോക്ക് കാണുന്നുണ്ടാവും. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തോന്നാണ്. അപ്പോൾ എന്താ പറയുക, വീട്ടിലിരുന്ന് അമ്മക്കെ എങ്ങനെ പറയാ, പൊട്ടണ് പൊട്ടണ് എൻ മനം പൊട്ടണ് ചുളമരത്തിൻ്റെ കായ പോലെ, എന്തടി നാത്തൂനെ കണ്ടിട്ട് മിണ്ടാത്തേ, കാലക്കിടങ്ങാനും സംഭവിച്ചോ, എന്തടി നാത്തു. ഇതിനെ നാത്തൂനൊന്നും വിളിക്കാൻ പറ്റുന്നില്ല അല്ലേ? നാത്തൂന്നൊക്കെ പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു പാവഞ്ഞേരിയൊക്കെ കല്ലുമുണ്ട കൊടുത്ത് ഇതിപ്പോ ഒരു അടിപൊളി നാത്തൂനായി അല്ലേ? എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി ഞങ്ങൾ ഈ മാവേലിനെ കുറച്ച് നേരത്തെയും കൂടി കൊണ്ടുപോകാൻ കേട്ടോ. വരും മാവേലി.